പശ്ചിമേഷ്യൻ സംഘർഷം 8ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഓരോ ദിവസം കഴിയുന്തോറും സംഘർഷം രൂക്ഷമാകുകയാണ്. ഇതോടെ ആശങ്കയിലാണ് ലോകം. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് നടത്തിയത്. പുലർച്ചെ ഇസ്രായേൽ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ തെഹ്റാനിലെ ഭൂഗർഭ ബങ്കറുകൾ തകർന്നു. ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചതായും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ സുരക്ഷയ്ക്കായി ഒരുക്കിയ ബങ്കറുകളാണ് ഇസ്രായേൽ തകർത്തതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം 8ാം ദിവസത്തിലേക്ക് കടന്നതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വർധനവ്. UAE ഉൽപ്പാദിപ്പിക്കുന്ന മർബൻ ക്രൂഡിന്റെ വില കഴിഞ്ഞ ദിവസം 10% ഉയർന്ന് ബാരലിന് $103.2 ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെയാണ് ക്രൂഡ് ഓയിലിന്റെ വില കുതിച്ചുയർന്നത്. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇറാന്റെ ആക്രമണം തടഞ്ഞെന്നും നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നുമാണ് ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. റിയാദിനെ ലക്ഷ്യമിട്ടെത്തിയ ഒരു ഡ്രോൺ നശിപ്പിച്ചതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ രാജ്യത്തെ പ്രിൻസ് സുൽത്താൻ എയർബേസ് ലക്ഷ്യമിട്ടെത്തിയ ഒരു ബാലിസ്റ്റിക് മിസൈലും 4 ഡ്രോണുകളും നശിപ്പിച്ചതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു. ഏകദേശം 9,000 ഇന്ത്യൻ പൗരന്മാരാണ് ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. തെഹ്റാൻ, ഖോം എന്നീ നഗരങ്ങളിലാണ് ഇവർ കുടുങ്ങിക്കിടക്കുന്നത്. ഇറാനിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ പൗരന്മാരെ ഒഴിപ്പിക്കാൻ ഇന്ത്യ നീക്കം തുടങ്ങി. എത്രയും പെട്ടെന്ന് പൗരന്മാരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ബഹ്റൈനിൽ പലയിടങ്ങളിലും അപായ സൈറനുകൾ മുഴങ്ങി. ജാഗ്രത പാലിക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. അതിനിടെ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾഡ് ഫോർ കരിങ്കടലിലെത്തി. മെഡിറ്ററേനിയനിൽ നിന്നാണ് കപ്പൽ കരിങ്കടലിലേക്ക് നീങ്ങിയത്. ഇത് ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കാനാണ് US-ന്റെ നീക്കമെന്നാണ് വിലയിരുത്തൽ. സുപ്രധാന കപ്പൽപാതയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചിട്ടില്ലെന്ന് അതിനിടെ ഇറാൻ അറിയിച്ചു. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന ഇസ്രായേൽ US കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്നും ഇറാൻ വ്യക്തമാക്കി. നിലവിലെ സാഹചര്യത്തിൽ ഈ കപ്പൽപാത ഉപയോഗിക്കുന്ന കപ്പലുകളുടെ സുരക്ഷാ ഉത്തരവാദിത്തം അതത് കപ്പലുകൾക്ക് തന്നെയായിരിക്കുമെന്നും ഇറാൻ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം ആക്രമണങ്ങളിൽ ഇറാനിൽ 1230ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേലിൽ 12ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 6 US സൈനികരും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യൻ യുദ്ധം ഒരാഴ്ച പിന്നിടുന്നു. എണ്ണ വിതരണത്തെയും ആഗോള വിമാന സർവീസുകളെയും യുദ്ധം സാരമായി ബാധിച്ചിട്ടുണ്ട്. യുദ്ധം ഇപ്പോഴും അയവില്ലാതെ തുടരുകയാണ്. അതിൻ്റെ ആശങ്കയിലാണ് ലോകം.